ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു കരിയർ ഫിനാൻഷ്യൽ റീഡിംഗ് ആണ്. ഇതൊരു പിക്ക് കാർഡ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡാണ് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അതിൻ്റെ ഞാൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇത് സൈൻ സ്പെസിഫിക് റീഡിങ്ങും അല്ല. അപ്പോൾ ഇതിൽ സൈൻസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ മെസ്സേജ് റെസൊനേറ്റ് ആവേണ്ട വെച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്കാണ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരിയർ ഫിനാൻസസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം വെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി പേഴ്സണലായിട്ട് റീഡിംഗ് വേണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ വേറെ തരത്തിലുള്ള റീഡിങ്സാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അതിവിടെ ഷെയർ ആവാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ജോയിൻ ചെയ്യുക. ചാനലിൻ്റെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോസ് ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് ആ വീഡിയോസ് ആക്സസ് കിട്ടും. മെമ്പേഴ്സിനാണ് ആദ്യം ആക്സസ് ഉണ്ടാവാറ്, നോൺ മെമ്പേഴ്സിന് പിന്നെ ആണ് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കരിയർ ഫിനാൻസസിൽ ഉണ്ടാവാൻ പോണേ, അതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ കരിയർ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്കിപ്പോൾ നോക്കാം. ഇവിടെ ഞാൻ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ 3 കാർഡ്സിന് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ഈ വീഡിയോനെ പോസ് ചെയ്യാം, കാർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2 അല്ലച്ച കാർഡ് നമ്പർ 3 ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾ കാർഡ് നമ്പർ 1 ആണ് ചൂസ് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ കരിയർ മെസ്സേജ് എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, ഒരു പുതിയ ജോലിയുടെ എനർജിയാണ്. ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് ജോബ് ആയിരിക്കാം, ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പേജ് ഓഫ് വാൻഡ്സ് ഒരു ഇൻറ്റേണിൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് ട്രൈ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അവിടെ. ഓക്കെ, അതല്ലാണ്ട് നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിലാണ് വെച്ചാൽ അവിടെയും ഞാൻ കുറേ സക്സസ് കാണുന്നുണ്ട്. അത് അല്ല, നിങ്ങളൊരു ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് കരിയറിലാണ് വെച്ചാൽ നിങ്ങളൊരു പുതിയ ജോലിക്ക് നോക്കേണ്ട വെച്ചാൽ ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു മാസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഈ മെസ്സേജ് വരുന്നുണ്ടാവുക, ഈ പോസിറ്റീവ് ന്യൂസ് വരുന്നുണ്ടാവുക. പക്ഷേ ഈ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഒരു എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുമ്പേ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എന്തോ ഒരു നിങ്ങൾ ചെയ്യണ പ്രൊഫൈലിലല്ല ഈ ജോലി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക ഈ ജോലിയിൽ. ഈ പ്രൊഫൈൽ അങ്ങനെയാണ്. അപ്പോൾ ഈ പേജ് ഓഫ് വാൻഡ്സ് എന്താണ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ജോലി വിട്ടിട്ടൊരു ബിസിനസ് ചെയ്യാനും പ്ലാൻ ഉണ്ട് വെച്ചാൽ ഞാനിവിടെ ഒരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. അപ്പോൾ എംപറർ ഉണ്ട് ഇവിടെ. എംപറർ ഒരു ഏരീസ് എനർജിയാണ്. ഇവിടെ ഫയർ സൈൻ ഉണ്ട് കുറേ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ എംപറർ സക്സസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ ആൻഡ് കുറേ നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ ഇവിടെ ഡെഫിനറ്റ്ലി പേജ് ഓഫ് വാൻഡ്സിന് എംപറർ എനർജിയിലേക്ക് പോകാൻ നിങ്ങളുടെ ചാൻസസ് ഹൈ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ, കുറേ റെക്കഗ്നിഷൻ ഉണ്ടാവും. ഇതൊരു വലിയ പൊസിഷൻ, ഒരു നല്ല സ്റ്റേബിൾ പൊസിഷനാണ്. അപ്പോൾ ആ പൊസിഷൻ വരെ നിങ്ങൾക്ക് എത്താം ഈ ജോലിയിൽ. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പോൾ ഇത്
ചില സമയത്ത് ഇതൊരു മെൻറ്റോറുടെ എനർജിയും ആവാം. നിങ്ങൾക്ക് ആരോ ഒരു മെൻറ്റോർ നിങ്ങളെ ഗൈഡ് ചെയ്യണു, അങ്ങനത്തെ എനർജിയും ആവാം. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? വാവ്, എംപ്രസ് എനർജി. അപ്പോൾ ഇവിടെ കുറേ എബണ്ടൻസ് ഉണ്ട്. ഈ പുതിയ ജോലി നിങ്ങൾക്ക് കുറേ, ഈ പുതിയ ജോലി അല്ല ബിസിനസ് നിങ്ങൾക്ക് കുറേ എബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്, കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. എംപ്രസ് ചിലപ്പോൾ ഒരു പവർ കപ്പിളുടെയും എനർജി ആവാം. അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല ഒരു പാർട്ട്ണർ, ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ നിങ്ങൾക്ക് കിട്ടും, ബിസിനസ് പാർട്ട്ണർ. ആ പാർട്ട്ണറുടെ കൂടെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുക, അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ ആവും. അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജസ് എനിക്ക് കിട്ടണേ നിങ്ങൾക്ക് കാർഡ് നമ്പർ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഇപ്പോൾ നിങ്ങൾ കാർഡ് നമ്പർ 2 ആണ് ചൂസ് ചെയ്തു വെച്ചാൽ ഇവിടെ മൂൺ എനർജിയാണ്. മൂൺ ക്യാൻസർ പൈസീസ് എനർജിയാണ്. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചൊരു ഈ സമയത്ത് നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഇമോഷണലി, മെൻ്റലി. നിങ്ങളുടെ ജോലിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം, അതല്ല സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് മെൻ്റലി കുറേ ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങൾ. അപ്പോൾ ഈ മൂൺ എനർജി എന്താണ് ഇവിടെ? അത് മാത്രമല്ല നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും കുറേ ചില പറഞ്ഞാൽ അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താണ് നിങ്ങളുടെ കരിയറിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവണതെന്ന്. നിങ്ങൾക്കൊരു ബ്ലോക്കായി ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. പക്ഷേ ഈ ബ്ലോക്സൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്സാണ്, ഫിയറാണ്. ഓക്കെ, കുറേ പേടി, ഫിയർ, ആങ്സൈറ്റി ഒക്കെ ഞാൻ കാണുന്നുണ്ട്. മജിഷ്യൻ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു പുതിയ ബിഗിനിങ്ങും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങളൊരു ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ പ്രോബ്ലം ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ആക്ഷൻ എടുക്കാണ്ട് മനസ്സിൽ തന്നെ ഈ ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്താൽ അത് വർക്കൗട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ വേറെ കാര്യം എനിക്കിവിടെ പറയാൻ എന്താ വെച്ചാൽ നെഗറ്റീവായി കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് കൂടുതലുണ്ട് വെച്ചാൽ അതും മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ ഇമോഷണലി സ്റ്റേബിളാക്കി വെക്കുക നിങ്ങളുടെ മനസ്സ്. അതല്ലാണ്ട് പോസിറ്റീവ് തോട്ട്സ് വെക്കുക, എന്നുവെച്ചാൽ അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മജിഷ്യൻ എന്താണ് ഇവിടെ മൂണിൻ്റെ കൂടെ ഔട്ട്കം? കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വേറെ മെസ്സേജ് എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സീക്രട്ട്ലി എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരോടും ഈ നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ട്, നിങ്ങൾക്ക് കരിയറിൽ ഇത് വേണം അത് വേണം, അങ്ങനത്തെ കുറേ ഡ്രീംസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആരോടും അത് ഷെയർ ചെയ്തില്ല വെച്ചാൽ ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വേഗം വരാൻ പോകണ്ട നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ആക്ഷൻ എടുക്കണം ആൻഡ് പോസിറ്റീവ് തോട്ട്സ് വയ്ക്കുക. എന്നുവെച്ചാൽ കിങ് ഓഫ് കപ്സ് ഇവിടെ ഒരു കുറേ ഇമോഷണലി ബാലൻസ്ഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ജോലിയിൽ കുറേ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, അങ്ങനത്തെ ഒരു എനർജിയിലാണ് വെച്ചാൽ നിങ്ങൾക്ക് വെരി സൂൺ ഈ ടെൻഷൻ, ഈ സ്ട്രെസ്സൊക്കെ മാറാൻ പോകുന്നുണ്ട്, തീരാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണലി ബാലൻസ്ഡ് എനർജിയാണ്. ഈതർ ആരോ നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യണോ ഈ സിറ്റുവേഷനിൽ, നിങ്ങളുടെ ജോലി സ്ട്രെസ്സൊക്കെ മാറും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, ഈ സ്ട്രെസ്സിൻ്റെ സൊല്യൂഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാച്ചാലും അതൊക്കെ സോൾവ് ആവും. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളൊരു സിറ്റുവേഷനിലാണ് വെച്ചാൽ. ഇപ്പോൾ കാർഡ് നമ്പർ 3 ആണ് പിക്ക് ചെയ്തു വെച്ചാൽ സ്റ്റാർ എനർജിയാണ് ഇവിടെ, ക്വേരിയസ് എനർജി. സ്റ്റാർ എനർജി ഹീലിംഗിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ റീസെൻ്റ്ലി കുറേ വലിയ ഒരു പ്രശ്നം ഉണ്ടായി, അതല്ല വെച്ചാൽ നിങ്ങളുടെ ജോലി വിട്ടുപോയി, അങ്ങനത്തെ ജോലിയുടെ ലോസ് ഉണ്ടായി, അത് ഒരു വലിയ സെറ്റ് ബാക്ക് ഉണ്ടായി ബിസിനസ്സിൽ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ അതിനെ ഹീൽ ചെയ്യണോ. നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ട്, ഹോപ്പ് ഉണ്ട്, അതെല്ലാം ശരിയാവും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റീവ് മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, ന്യൂസ് അയക്കാൻ പോകുന്നുണ്ട്. ഇത് ബൈ മെയിൽ അയക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരോ നിങ്ങൾക്കൊരു പോസിറ്റീവായി ന്യൂസ് തരുന്നുണ്ട്, അങ്ങനത്തെ ഒരു സട്ടിൽ മെസ്സേജ് അയക്കാം യൂണിവേഴ്സ് തരുന്നുണ്ടാവുക. പക്ഷേ എന്തായാലും
ഇതിൻ്റെ കാരണം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാവും. അത് എൻ്റെ ഈ സിറ്റുവേഷന് ഞാൻ പുറത്തു വരും എന്ന ഹോപ്പ് കിട്ടും. അതല്ലാണ്ട് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തോ പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു, ഇത് ശരിയാവണേ, എനിക്ക് ഈ ജോലി കിട്ടണേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷ് ഉണ്ടായിരുന്നു വെച്ചാൽ ആ വിഷും ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ മെസ്സേജ് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റാർ എനർജി ഇവിടെ? 8 of Cups. അപ്പോൾ എനിക്കിവിടെ മെസ്സേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ, എസ്പെഷ്യലി നിങ്ങൾ ഒരു സിറ്റുവേഷൻ, ഒരു ജോലിയിൽ ഹാപ്പി അല്ല വെച്ചാൽ, നിങ്ങളൊരു പുതിയ ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത സിറ്റുവേഷനാണ്, ഒരു പുതിയ ജോലി വേണം വെച്ചാലും അവിടെ ഞാനിവിടെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്കം ഇവിടെ ഒരു ഇംബാലൻസ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പേ ജോലി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വരാൻ പോണ സമയത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കത് ചൂസ് ചെയ്യാനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഏത് ജോലിയാണ് എനിക്ക് എടുക്കേണ്ടത്, ഏത് പ്രോജക്റ്റാണ് വേണ്ടത്, കുറേ ക്ലയൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏത് ക്ലയൻറ്റിനെയാണ് എനിക്ക് യെസ് എന്ന് പറയണ്ടേ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, നിങ്ങൾ കറൻറ്റ് ജോലിയിൽ ഹാപ്പി അല്ല വെച്ചാൽ അതിനും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും. ആൻഡ് നിങ്ങൾ കുറേ ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോവുക. കുറേ ബിസി സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. ഇത് ഉണ്ടാവുന്നത് കുറച്ച് സമയം എടുക്കും, മേ ബി ഒരു മാസത്തിൻ്റെ ഉള്ളിലല്ല, കുറച്ചുകൂടിയും സമയം എടുക്കും ഇത് ഉണ്ടാവാൻ. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷന് വിട്ടിട്ട് ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്കാണ് പോണേ. ഓക്കെ, ഇതിൻ്റെ മുമ്പേ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള സിറ്റുവേഷൻ പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ സിറ്റുവേഷനെ വിട്ടിട്ട് നിങ്ങളൊരു ഹാപ്പിയർ ടൈംസിലേക്കാണ് പോണേ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ് നമ്പർ 3 ചൂസ് ചെയ്ത ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇതിൽ ഏത് കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് കമൻസിൽ എഴുതി പറയുക. ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ അതും കമൻസിൽ എഴുതി പറയുക. നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് അതല്ല വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് റീഡിങ്സ് ഒക്കെ ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവരണം. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.